നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ കൺസൈനി. കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് എല്ലാ ഗുഡ്സും വിൽക്കണം എന്ന് നിർബന്ധിക്കാം. ചില ഗുഡ്സ് കൺസൈനി എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം, ഒന്ന് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കണ്ടീഷനിലായിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ കൺസൈനി ഉദ്ദേശിച്ചത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടിപ്പോയി, വാട്ട് ആർ റീസൺസ്, കൺസൈനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും. റിട്ടേൺ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രിയിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്കറിയാം എന്താ ജേർണൽ എൻട്രി. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് പാസ് ചെയ്താൽ ജേർണൽ എൻട്രി കറക്റ്റ് ആയി. ബട്ട് ഇവിടെ എന്താന്ന് ചോദിച്ചാല് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ എത്തി. ഇവിടെ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും, ഓൾ എക്സ്പെൻഡിച്ചർ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയക്കുമ്പോൾ എല്ലാ എക്സ്പെൻഡിച്ചറും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇനി അവിടുന്ന് മാൻഡേറ്ററി ആയിട്ട് ഗോഡൌണിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സ് അതും എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൺസൈനിക്ക് ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ എന്ത് കണ്ടീഷനിലാണ് ഉള്ളത്, സെയിലബിൾ കണ്ടീഷനിലാണ് ഉള്ളത്. എന്തിലാ ഉള്ളത്, സെയിലബിൾ കണ്ടീഷനിൽ. ഈ ഗുഡ്സ് സെയിലബിൾ കണ്ടീഷനിലാണ് ഉള്ളത്, പക്ഷെ അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല. അയാൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുമ്പോൾ while returning he may incur certain expenses. നമ്മളോട് ചോദ്യം, ഈ റിട്ടേൺ ചെയ്യുമ്പോൾ അയാൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ അല്ലയോ. അതായത് മക്കളെ, കൺസൈനിക്ക് ഗുഡ്സ് കിട്ടി, അതിപ്പോ സെയിലബിൾ കണ്ടീഷനിലാണ് ഉള്ളത്. ബട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, എന്തോ റീസൺ കൊണ്ട് സെയിൽ ചെയ്യുന്നില്ല, അയാൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഡൽഹിയിലുള്ള ആള് കണ്ണൂരിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് വരികയും ചെയ്യില്ല. ഫ്ലൈറ്റ് ചാർജസ്, ലോഡിംഗ് ചാർജസ്, അൺലോഡിംഗ് ചാർജസ്, വാട്ട് ഓവർ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യും. ആ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിട്ടേൺഡ് ഗുഡ്സ് നമുക്ക് കിട്ടേന് അത് വാല്യൂ ചെയ്യുമ്പോൾ ഈ എക്സ്പെൻഡിച്ചേഴ്സ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടിയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ. മക്കളെ, ഇത് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. സർ എന്തുകൊണ്ട്? അതായത് റിട്ടേൺ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാൻഡേറ്ററി അല്ല മക്കളെ. ഞാൻ ആളെ അവിടെ അയച്ചു, അവിടുന്ന് അയാൾക്ക് കിട്ടി, ആ കിട്ടിയ സെയിലബിൾ കണ്ടീഷനിലാണ് ഉള്ളത്. അയാൾ എന്തെങ്കിലും കാരണം കൂടി തിരിച്ചയക്കുമ്പോൾ നമ്മൾ അത് ആദ്യം അത് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കൂടി വരും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൺസൈനറിന് ഗുഡ്സ് കിട്ടുമ്പോൾ ഇത് സെയിലബിൾ കണ്ടീഷൻ. ബട്ട് കൺസൈനർ കുറച്ചാ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇയാളെ വിൽക്കുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കൺസൈനിങ് അയക്കുന്നത്. കൺസൈനിന്റെ കയ്യിൽ കിട്ടുന്നവരുടെ എല്ലാ മാൻഡേറ്ററി എക്സ്പെൻഡിച്ചേഴ്സും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സും കിട്ടിക്കഴിഞ്ഞ് അയാൾക്ക് വിൽക്കാൻ പറ്റും. എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചയക്കുമ്പോൾ ആദ്യം അത് നമ്മുടെ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടി വരരുത്. അതായത് 10 രൂപന്റെ സാധനം നമ്മൾ അയച്ചു, അത് 12 രൂപ ആയി വിചാരിക്കും, അത് മാക്സിമം 15 രൂപക്ക് വിൽക്കാൻ പറ്റും. അയാൾ ആദ്യം 5 രൂപക്ക് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് എത്രയാവും, 12 + 5 17 ആവും. 15 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം 17 രൂപ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് കോൺസെപ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, എക്സ്പെൻഡിച്ചർ ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഒന്നും കൂടിയോ, ഞാൻ ഗുഡ്സ് അയച്ചു, അയാൾക്ക് റിസീവ് ചെയ്തു, അയാളെ കയ്യിലുള്ളപ്പോ ഇപ്പൊ സെയിലബിൾ കണ്ടീഷൻ ആണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ റിട്ടേൺ ചെയ്തു. ആ റിട്ടേൺ ചെയ്തപ്പോ അയാൾക്ക് എന്ത് ചെയ്ത്, അയാൾ റിട്ടേൺ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല് അയാൾ റിട്ടേൺ ചെയ്യുമ്പോൾ പല എക്സ്പെൻഡിച്ചേഴ്സും ഇൻകർ ചെയ്യും. നമ്മളോട് ചോദ്യം, ഈ എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടിയോ? ട്രീറ്റ് ചെയ്യണ്ട. ബിക്കോസ് ഓൾറെഡി അയാൾക്ക് കിട്ടുമ്പോൾ അത് സെയിലബിൾ കണ്ടീഷനിലാണ് ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദി കൺസൈനി.
റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനിങ് എന്ന കൺസെപ്റ്റ് ഇവിടെ തീർന്നു. അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. എക്സ് ഓഫ് ഡൽഹി purchased 10,000 meters of cloth for 2 lakhs. Okay, 10,000 meter of cloth for 2 lakhs and 2 lakh as cost. Okay, of which 5,000 meters were sent on consignment to Y of Agra at the selling price of 30 per meter. മക്കളെ ഫസ്റ്റ് 10,000 meters 2 lakhs വാങ്ങിച്ചാൽ ഒരു മീറ്ററിന് എത്ര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അയക്കുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 per meter എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് ആണ് 30 per meter എന്ന് പറയുന്നത്. X paid freight and freight X paid 5,000 for freight and 500 for packing. അത് രണ്ടും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. കാരണം കൺസൈനർ ആണ് പേ ചെയ്യുന്നത്. കൺസൈനർ പേ ചെയ്യുമ്പോൾ ജനറലി ഞാൻ പറയുന്നത് വെച്ചാൽ അത് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. കാരണം അത് ഇൻകർ ചെയ്യാണ്ട് അയാൾക്ക് കിട്ടൂല. എക്സെപ്റ്റ് കമ്മീഷൻ. എന്നിട്ട് നമ്മളോട് പറയല് Y sold 4,000 meter. നമ്മൾ 5,000 മീറ്റർ അയാൾക്ക് അയച്ചു. 4,000 മീറ്റർ അയാൾ വിറ്റു. എത്ര? 40 രൂപക്ക്. And incurred 2,000 for selling expense. Okay, നിങ്ങൾക്ക് അതിന്റെ ജേർണൽ അറിയാം. Y is entitled to a commission of 5% on total sales proceeds. Okay, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില കേസിൽ ടോട്ടൽ സെയിൽസിന് മേലെയായിരിക്കും, ചില കേസിൽ ഇൻവോയ്സ് പ്രൈസിന് മേലെയായിരിക്കും. ഓക്കെ, ഇതൊരു ഡെലിക്കട്ടറി കമ്മീഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സോറി, ഡെലിക്കട്ടറി അല്ല, ഓവർ റൈഡിംഗ് കമ്മീഷന്റെ ക്വസ്റ്റ്യൻ ആണ്. Total sales proceeds plus a further 20% on any surplus price realized over rupees 30 per meter. സെയിം കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10,000 വാങ്ങിച്ചു, 5,000 അയച്ചു. ഓൾറെഡി അയാളെ എന്തുണ്ട്? 5,000 ഉണ്ട്. എന്നിട്ട് അടുത്ത പറയുന്നത് ശ്രദ്ധിച്ചോ, ഇതുവരെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 3,000 meters were sold at Delhi at rupees 30 per meter less 3,000 for expenses and commission. അതായത് എന്താണെന്ന് വെച്ചാല് അയാൾ എന്താണെന്ന് വെച്ചാല് 5,000 കൺസൈൻമെന്റ് അയച്ചു, 3,000 അയാൾ തന്നെ വിറ്റു. ഓക്കെ, പറയുന്നത് ശ്രദ്ധിച്ചോ എല്ലാവരും. Owing to falling market price, അതായത് മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറയുന്നുണ്ട്. The inventories of cloth in hand is to be reduced by 10%. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ NRV whichever is lower. കോസ്റ്റ് ഓർ NRV whichever is lower. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കോസ്റ്റ് 100 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ 10% കുറക്കണം. കാരണം നമുക്കിപ്പോ മാർക്കറ്റിൽ എന്തോ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റിൽ എന്തോ ഫോൾ ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ചില ഗുഡ്സ് കാണില്ലേ, ഇന്ന് വാല്യൂ കൂടുതലാണെങ്കിൽ നാളെ കുറവ്. ഗോൾഡ് കഴിഞ്ഞ കുറെ ആഴ്ച ഇങ്ങനെ കൂടി വരുന്ന, ഇപ്പൊ അതിലൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് 2 വട്ടം കുറഞ്ഞെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ owing to falling market price the inventories of cloth in hand is to be reduced by 10%. നമ്മളെ ഇൻവെന്ററീസിന്റെ വാല്യൂ 10% കുറച്ച് കാണിക്കണം. അതായത് ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓഫ് NRV whichever is lower. NRVയിലെ നമ്മൾ കാണിക്കണ്ടേ? NRV എത്രയാണ്? കോസ്റ്റിന് 10% കുറക്കാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Prepare the consignment account and trading and profit and loss account in the books of X. ട്രേഡിംഗ് അക്കൗണ്ട് സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യാം? കൺസൈൻമെന്റിന്റെ ലാഭവും നഷ്ടവും ട്രീറ്റ് ചെയ്യും. എവിടെ ട്രീറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മക്കളെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കല്ല. അതായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ്. ഓക്കെ, ഒരു വാല്യൂ നമ്മൾ കാണിക്കും. മക്കളെ ഈ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇത് കൺസൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പെർച്ചേസ് പോലെ നമുക്ക് പറയാം. കൺസൈനറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെയിൽ പോലെയാണ്. എന്താണ്? സെയിൽ പോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യണം. എവിടത്തേക്കാ ക്ലോസ് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്. ജേർണൽ എൻട്രി ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് നോൺ ട്രേഡിംഗ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ ക്വസ്റ്റ്യന്റെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതൊരു നോമിനൽ അക്കൗണ്ട് ഐറ്റത്തിന്റെ ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് 2 എൻട്രി ആണ്. ഓക്കെ, അത് 2 എൻട്രി ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റും അതേ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന 10,000 ഗുഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട്
അതിൽ 5000 നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെ അത് ക്രെഡിറ്റ് ചെയ്യണം. അത് സെയില് പോലെയാണ്, സെയില് എന്ന് ഞാൻ പറയുന്നില്ല, സെയില് പോലെയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഈ കേസിൽ കൺസൈനറുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ട്. ഓക്കെ, ഗുഡ്സ് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക്. അതേപോലെ കൺസൈനിന്റെ കയ്യിലും ഗുഡ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ക്ലോസിംഗ് സ്റ്റോക്ക്. കാരണം ഞാൻ കൺസൈനർ ആണെങ്കിൽ ഞാൻ കൺസൈനിക്ക് അയച്ച ഗുഡ്സ് കൺസൈനിന്റെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവും. കൺസൈനർ വാങ്ങിച്ചതിന് എല്ലാം കൊടുത്തിട്ടില്ല, കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് വിറ്റു, അന്നേരം അവിടെയും ബാക്കിയുണ്ട്. എന്നിട്ട് 2 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഇന്നലെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, 2 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഒന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ഒന്ന് കൺസൈനിന്റെ കയ്യിലുള്ളത്. അത് രണ്ടിനും നമ്മൾ ഡിഫറെന്റ് വാല്യുവേഷനാണ് യൂസ് ചെയ്തത്. ലോജിക്കാന്നതിലും അത് മനസ്സിലാത്തവര് ഡെയിലി പഠിക്കാത്തവരാ, അത് ലോജിക്കാണ്. പിന്നെ അങ്ങനെ അബ്നോർമൽ ലോസ് പറയുമ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൺസൈനർ ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും, കൺസൈനിന്റെ ഗുഡ്സിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഈ പ്രോബ്ലം ഞാൻ ചെയ്തു തരും, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 15-20 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കും. ഓക്കെ, പെട്ടെന്ന് നോക്കിയാൽ മക്കളെ. നമുക്ക് രണ്ടും കൺസൈൻമെന്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിച്ചാൽ എക്സ് ഓഫ് ഡെയിലി പർച്ചേസ് 10,000 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഫോർ 2 lakhs. ഇത് പർച്ചേസ് ആ മക്കളെ. എക്സ് വാങ്ങിക്കുന്നത് 2 lakh rupeesന്. നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്ത് 2 lakhs. എന്നിട്ട് പറയുന്നത് 5000 മീറ്റേഴ്സ് വെയർ സെൻഡ് ഓൺ കൺസൈൻമെന്റ് ടു വൈ ഓഫ് അഗ്ര അറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 per meter. സെല്ലിംഗ് പ്രൈസ് മക്കളെ തന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് തന്നതിനാൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് 1,50,000. അതായത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് റിമൂവ് ചെയ്യണം. മക്കളെ മനസ്സിലായിക്കോ, 2 lakh 10,000 മീറ്റേഴ്സ് വാങ്ങിച്ചു, 2 lakh rupeesന് 10,000 മീറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെർ മീറ്റർ 20 rupees ആണ്. പെർ മീറ്റർ എത്രയാ, 20 rupees. അതുകൊണ്ട് തന്നെ 10 rupees ആണ് ലോഡിങ് വരാം. 5,000 into 10 എന്ന് പറയുന്നത് 15,000. ഓക്കെ, നെക്സ്റ്റ് എക്സ് പേ 5,000 ഫോർ ഫ്രൈറ്റ് ആൻഡ് 500 ഫോർ പാക്കിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ടു ക്യാഷ് ഫ്രൈറ്റ് ആൻഡ് പാക്കിംഗ് കൊണ്ട് 5,500 കാണിക്കാം. ചില ആൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സർ ഈ 5,500 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണോ? വേണ്ട മക്കളെ, കാരണം ഓൾറെഡി നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ഒരു P&L അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് പോലെയാണ്. ഓൾറെഡി അവിടെ ട്രീറ്റ് ചെയ്തത് ആദ്യം അപ്പുറം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഡബിൾ ആയി പോകും. ബട്ട് ഗുഡ്സ് എല്ലാം കൺസൈൻമെന്റ് ട്രീറ്റ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ്സ് കുറയുന്നത് കാണാൻ വേണ്ടി. 10,000 വാങ്ങിച്ചു, 10,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ ഗുഡ്സ് സെൻഡ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് റോങ് ആയിട്ടാണ് കിട്ടുക. ആ ഗുഡ്സ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെന്ററി എന്തിനാ ക്രെഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇൻവെന്ററി എന്തിനാ ക്രെഡിറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടി. അതേപോലെ നമ്മൾ ഈ കൺസൈൻമെന്റ് ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അത് കോസ്റ്റിലാണ് മക്കളെ കാണിക്കണ്ടേ, കോസ്റ്റിലാണ് കാണിക്കുക. കാരണം ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലാണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് അല്ല. ഓക്കെ, പിന്നെ എന്നിട്ട് പറയുന്നത് വൈ സോൾഡ് 4,000 meters at 40 per meter എന്ന് പറയുമ്പോൾ ജേർണലിന്റെ വൈ അക്കൗണ്ട് എടുത്തിട്ട് കൺസൈനാണ് പൈസ തരാനുള്ളത് 1,60,000 rupees. 4,000 into 40 എന്ന് പറയുന്നത്. ആൻഡ് ഇൻകർഡ് 2,000 ഫോർ സെല്ലിംഗ് എക്സ്പെൻസ്. ഓക്കെ, ടു വൈ സെല്ലിംഗ് എക്സ്പെൻസ് 2,000 അത് വൈക്ക് കൊടുക്കാനുണ്ട്. വൈ is entitled to a commission of 5% on total sales proceeds plus a further 20% on any surplus price realized over ₹30 per meter. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, 1,60,60,000 വിൽക്കുന്നത്, അതിന്റെ 5%, ദാറ്റ് ഈസ് 8,000. മനസ്സിൽ 8,000 വെക്ക്. 30 മേലെ എന്തെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ 20%. ഓക്കെ, 30 മേലെ തന്നെ 40 - 30 എന്ന് പറയുമ്പോൾ 10 rupees ആണ് എക്സസ് വിൽക്കുന്നത്. എത്ര ഗുഡ്സ്, 4,000. ഓക്കെ, നിങ്ങൾക്ക് 40,000 കിട്ടും. അതിന്റെ 20% എടുത്താൽ അതും 8,000. 8,000 plus 8,000 16,000 ആണ് കമ്മീഷൻ. 16,000 ആണ് കമ്മീഷൻ. മക്കൾ ഇതൊന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യേണ്ട. കാരണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ അതിന്റെ പ്രോഫിറ്റ് മാത്രമേ കാണിക്കൂ. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന വെച്ചാൽ 3,000 meters were sold at Delhi at 30 per meter less 3,000 for expense and commission. മക്കൾ ഈ എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ്, ഇൻഡയറക്ട് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 90,000 കാണിക്കാം. എങ്ങനെ 90,000? 3,000 into 30. ഓക്കെ, 3,000 into 30. ഇനി
നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ അത് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറയുന്നത് owing to falling market price the inventories of clothing and is to be reduced by 10%. മാർക്കറ്റ് പ്രൈസിൽ എന്തോ ഫോള് സംഭവിച്ചത് കൊണ്ട് നമ്മൾ ഇൻവെന്ററീസ് വാല്യൂ ചെയ്യേണ്ടത് 10% കോസ്റ്റ് എന്ന് കുറച്ചിട്ടാണ്. 10% കോസ്റ്റ് എന്ന് കുറച്ചിട്ടാണ്. കോസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 10% കുറക്കണം. മക്കളെ, കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാൾക്കും ഡിഫറെന്റ് ആവും. കൺസൈൻ എന്ന് പറയാം, കൺസൈനിക്ക് പറയാം. നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെന്ററീസിന്റെ വാല്യൂ ചെയ്യണം. ശ്രദ്ധിക്കല്ല, അതാണ് നമ്മുടെ ഇൻവെന്ററീസ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, എന്നെ ഞാൻ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് മക്കൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ല. മക്കൾ നമ്മൾ 5000 അയച്ചു, 4000 വിറ്റു, അതായത് ബാക്കി എത്രയുള്ളത് 1000. ഓക്കെ, അബ്നോർമൽ ലോസ് ഒന്നും ഇല്ല. 1000 ഇൻവോയ്സ് പ്രൈസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം ഇൻവോയ്സിലാണ് നമ്മൾ എന്ത് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, 1000 ഇൻറ്റു 30 റുപ്പീസ് ആണ് ഇൻവോയ്സ് പ്രൈസ്. അതുകൊണ്ട് തന്നെ 1000 ഇൻറ്റു 30 എന്ന് പറയുന്നത് എത്രയാ, 30,000. ഓക്കെ, ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ്. നമ്മളെപ്പോൾ പറയുന്ന പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫ്രൈറ്റ് ആൻഡ് പാക്കിംഗ്. ഫ്രൈറ്റ് ആൻഡ് പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബ്രാക്കറ്റിൽ കാണിക്കാം. 5500 ഉള്ളത് എത്രയാണ്, 5500. മക്കളെ മനസ്സിലാക്കേണ്ടത് 5500 എന്ന് പറയുന്നത് 10,000 നമ്മൾ അത്രയെ കുറിച്ച് അയച്ചത് 5000. ഓക്കെ, 5500 എന്ന് പറഞ്ഞാൽ 5000 മീറ്റേഴ്സിനാണ്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് 1000 മീറ്റേഴ്സിന്, അതുകൊണ്ട് 1000 മൾട്ടിപ്ലൈ ചെയ്യാം. 5500 എന്ന് പറഞ്ഞാൽ 5000 മീറ്റേഴ്സിനാണ്. നമുക്ക് അറിയേണ്ടത് 1000 മീറ്റേഴ്സ് ആണ്. 1000 മീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, 5500 ഡിവൈഡ് ബൈ 5000. അതായത് 1 മീറ്റർ അയക്കാൻ വേണ്ടിയിട്ട് അവർ ചെലവാക്കിയത് 1.1 ആണ്. 1.1 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 1100. 1100 that is equal to 31,100. This is invoice price of stock. മക്കൾ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസ് ഓഫ് സ്റ്റോക്ക്. നമ്മളോട് പറയുന്നത് കോസ്റ്റിന്റെ 10% കുറച്ചിട്ട് കാണിക്കണം. എന്തുകൊണ്ടാ, നമുക്ക് അത്രേ വാല്യൂ ഉണ്ടാവും. കോസ്റ്റിന് 10% കുറച്ചിട്ട് കാണിക്കണം. ശ്രദ്ധിക്കുക, ലെസ് 10% ഓഫ് കോസ്റ്റ്. മക്കളെ 10% ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 20. 1000 ഇൻറ്റു 20 അല്ലേ നമ്മൾ വാങ്ങിച്ച പൈസ. 1000 പ്ലസ് 20 പ്ലസ് 1100. 1000 ഇൻറ്റു 20 പ്ലസ് 1100. 10% ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 20 പ്ലസ് 1100. എങ്ങനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് വാങ്ങിച്ച പൈസ മാത്രം അല്ല, വാങ്ങിച്ച പൈസ നമ്മൾ അവിടെ എത്തിച്ച ഉള്ള പൈസ രണ്ടിന്റെയും കൂടിയിട്ട് 10% എടുക്കണം. അതാണ് കുറവ് വരുന്നത്. അതായത് 1000 ഇൻറ്റു 20 എന്ന് പറയുന്നത് 20,000 പ്ലസ് 1100. അതിന്റെ 10%, അതായത് 2110 രൂപ കുറവ് വരും. 2110 രൂപ കുറവ് വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, 31,100 മൈനസ് 2,100 തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടും, 28,990. ദിസ് ഈസ് 28,990. ഇതാണ് എന്ത് വാല്യൂ, അതായത് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്രെഡിറ്റ് ചെയ്യുക. 28,990. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. മക്കളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവെന്ററി ഇപ്പൊ ഇൻവോയ്സ് പ്രൈസിലാണ് ട്രീറ്റ് ചെയ്ത്. അന്നേരം അതിന്റെ ലോഡിങ് മാറ്റണം. ലോഡിങ് മാറ്റാനുള്ള ജേർണൽ എന്താ, കൺസൈൻമെന്റ് അക്കൗണ്ട്, സ്റ്റോക്ക് റിസർവ്. സ്റ്റോക്ക് റിസർവ് എത്രയിൽ ലാഭമുള്ളത്, അതായത് 1000 യൂണിറ്റ്സ് ആ ഉള്ളത്, 10 രൂപ എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. 1000 ഇൻറ്റു 10. സർ ഓയിങ് ടു മാർക്കറ്റ് ഫോൾ, അതും നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് അത് കുറച്ചോളാം. 1000 ഇൻറ്റു 10 എന്ന് പറയുന്നത് 10,000 രൂപ. ഓക്കെ, നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് കൺസൈൻമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കൺസൈൻമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 1,60,000 പ്ലസ് 50,000 പ്ലസ് 28,990 യു വിൽ ഗെറ്റ് 2,38,990. 2,38,990. ഓക്കെ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, 2,38,990 മൈനസ് 26,000 മൈനസ് 2,000 മൈനസ് 5,500 മൈനസ് 1,50,000. If I am right, 55,490 നമുക്ക് ആൻസർ 55,490. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസൈൻമെന്റ് അക്കൗണ്ട് ബൈ കൺസൈൻമെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാം. കാരണം കൺസൈൻമെന്റ് പ്രോഫിറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ട്രീറ്റ് ചെയ്യണം.
കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് സോറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എത്രയാണ്? 55,490. ഓക്കെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇൻവെന്ററീസ് ഓൺ കൺസൈൻമെന്റ് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. അതേപോലെ ഇൻവെന്ററീസ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കണം. കൺസൈനറുടെ കയ്യിലുള്ള ഗുഡ്സിന്റെ വാല്യൂ ഇൻവെന്ററീസ് ഓൺ ഹാൻഡ്. നിങ്ങൾ നോക്കിയാട്ടെ, 10,000 വാങ്ങിച്ചു, 5,000 അയച്ചു, ബാക്കി അയാളെ എത്ര ഉണ്ട്? 5,000 ഉണ്ട്. 5,000 ഉണ്ടെങ്കിൽ അതിൽ 3,000 വിറ്റു. 3,000 വിറ്റതിന് ഇൻവെന്ററീസ് ഓൺ ഹാൻഡ് എത്രയാ? 2,000 മീറ്റേഴ്സ്. എത്രയാണ്? 2,000 മീറ്റേഴ്സ്. ഓക്കെ. കോസ്റ്റ് ഓഫ് 2,000 മീറ്റേഴ്സ്. നമുക്കറിയാം 2,000 മീറ്റേഴ്സ് കോസ്റ്റ് എടുക്കേണ്ടത്. കാരണം ഇത് കൺസൈൻമെന്റ് അല്ല, ഇത് കൺസൈനറുടെ കയ്യിലുള്ളതാണ് നമ്മൾ പറയുന്നത്. കൺസൈനറുടെ കയ്യിലുള്ളതാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് എന്തല്ല കൺസൈൻമെന്റ് അല്ല. 2,000 into 20 that is equal to 40,000. Okay, less 10% fall in market price. എത്രയാണ്? 40,000 10% 4,000. Then you will get 36,000. Inventories in hand എന്ന് പറയുന്നത് 36,000. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. 36,000 പ്ലസ് 1,09,000. പിന്നെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 2 lakh മൈനസ് ചെയ്യണം. പർച്ചേസ് ചെയ്ത് you will get a loss of 55,000. You will get a loss of 55,000. ഒരു മിനിറ്റ് മക്കളെ. 1,09,000 അല്ല, 1 lakh plus 90,000 plus 36,000 that is equal to 2,26,000. Sorry, calculation just calculator mistake ആണ്. കാൽക്കുലേറ്റർ അല്ല, ഞാൻ എടുത്ത എമൗണ്ട് മാർക്ക്. സോറി. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ബാലൻസ് ഫിഗർ കിട്ടുമ്പോൾ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഇടുക, അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 26,000 ബാലൻസ് കിട്ടും ബൈ ഗ്രോസ് പ്രോഫിറ്റ്. എത്ര എമൗണ്ട്? 26,000. ബ്രോഡ് ഡൗൺ 26,000 plus 55,490 that is equal to 81,490. Then 81,490 you will get a profit of 78,490 to net profit. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്നൊന്നും പറയണ്ട, നമുക്ക് എന്ത് പറയാം? ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഞാനൊരു കൺസൈനർ ആണെങ്കിൽ ഞാൻ കൺസൈൻമെന്റ് ത്രൂ സെയിൽ ചെയ്യാം, ഞാൻ എന്റെ ത്രൂവും സെയിൽ ചെയ്യാം. ഓക്കെ, സെയിൽ ചെയ്യാം. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് ഓവറോൾ ബിസിനസ്സിൽ നമുക്ക് എത്രയാണ് ലാഭം നഷ്ടം അറിയാൻ വേണ്ടിയിട്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻകം മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കാൻ അപ്ലൈ ചെയ്യാം. സർ, കൺസൈൻമെന്റിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഇവിടെ ട്രീറ്റ് ചെയ്യണം? വേണ്ട, അവിടെ ട്രീറ്റ് ചെയ്താൽ മതി. എന്നൊരു കാര്യം, സർ എന്തൊരു ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത്? മക്കളെ, ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് നടക്കൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാം. 2 ലക്ഷത്തിന് സാധനം വാങ്ങിച്ചു, 90,000 വിറ്റു, 36,000 ക്ലോസിംഗ് സ്റ്റോക്ക്, വലിയ എമൗണ്ട് നഷ്ടമായിട്ട് കാണും. എല്ലാം അങ്ങനെയല്ല. 2 ലക്ഷം വാങ്ങിച്ചാൽ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് 1 ലക്ഷം നമ്മൾ അയച്ചു, ബാക്കി 1 ലക്ഷമേ ഉള്ളൂ. ആ 1 ലക്ഷത്തിലുള്ള എത്രയോ ഗുഡ്സ് വിറ്റിട്ടാണ് 90,000 കിട്ടുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് പറയുന്ന വെച്ചാൽ യു ഹാവ് ടൈം സ്റ്റഡി വെൽ. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ പ്രോബ്ലം ഒരു 3 വട്ടം 4 വട്ടം ചെയ്ത് പഠിക്കാം. ഡയറക്റ്റ് കറക്റ്റ്. ഞാനെല്ലാം എപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ 3 വട്ടം 4 വട്ടം ചെയ്യും. ഓക്കെ, 2 വട്ടം ഫുൾ സ്റ്റെപ്പ്, 2 വട്ടം ഫുൾ സ്റ്റെപ്പ്, 3ഉം 4ഉം ജസ്റ്റ് എമൗണ്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ആഫ്റ്റർ ഓൾ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. എനിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാണിക്കാനോ വേണ്ടി പഠിക്കണം. ഓക്കെ. Question number 2. D of Delhi appointed A of Agra as its selling agent on the following terms. എന്തുമായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല. Goods to be sold at invoice price or over. Invoice price ന് വിൽക്കാം, അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ട് വിൽക്കാം. A to be entitled to a commission of 7.5% on the invoice price. ആ invoice price underline ചെയ്തു. And 20% of any surplus price realized over invoice price. മനസ്സിലായിക്കോ, ഇത് overriding commission ആണ്. Okay. The principal to draw on the agent a 30-day bill for 80% of the invoice price. അതായത് bills receivable, bills payable concept. Okay. അതായത്
ഞാൻ കൺസൈനർ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഗുഡ്സ് സെൻഡ് ചെയ്തോ, ഞാൻ എന്ത് ചെയ്യും, ഒരു ബില്ല് ഡ്രോ ചെയ്യും, അയാൾ ആക്സെപ്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതൊരു ബിൽസ് റിസീവബിൾ ആവും, ജേർണൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു കൺസൈൻ. ഓക്കെ, ഫോർ 80% ഓഫ് ദി ഇൻവോയ്സ് പ്രൈസ്, ഇൻവോയ്സ് പ്രൈസിന്റെ 80% ആണ് ഈ ബില്ല് ഡ്രോ ചെയ്യുന്നത്. ഓൺ 1st February 2016 1000 cycles were consigned to A. 1000 cycles അയച്ചു. Each cycle costing 640 including freight. Including freight 640 ആണ് ഇതിന്റെ കോസ്റ്റ്. And invoiced at 800. ഇൻവോയ്സ് ചെയ്യുന്ന എത്രക്കാണ് 800 rupees. ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 800 ആണ് കാണിക്കുന്നത്. Before 31st March 2016, when the principal's books are closed, A met his acceptance on the due date. Okay. Due date. Sold off 820 cycles at an average price of 930 per cycle. Okay. At an average price എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗുഡ്സും 930 അല്ല വിറ്റത്, പക്ഷെ ഓൺ ആൻ ആവറേജ് 930 വിറ്റത്. അത് നമുക്ക് 930 എടുക്കാം. 930 into 820 ആണ് സെയിൽ പ്രൈസ്. The sale expense being 12,500 and remitted the amount due by means of bank draft. അതായത് എത്രയാണോ പൈസ കൊടുക്കാണോ അത് ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുത്തു. ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക്, അതായത് ബിൽസ് റിസീവബിൾ, സെയിം കോൺസെപ്റ്റ്. 20 of the unsold cycles were spoiled. അതായത് ഗുഡ്സ് അയച്ചു, അയാൾക്ക് കിട്ടി, അയാൾ അവരെ ഗോഡൌണിൽ വെച്ചു, അതെന്ത് ചെയ്ത് 20 ഗുഡ്സ് ഷോപ്പിന് സ്പോയിൽ ആയിപ്പോയി. ബട്ട് and were to be valued at a depreciation of 50% on cost. അതായത് നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് 2 ഐറ്റമായി. ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് 2 ഐറ്റമായി. ഇതെല്ലാം വായിക്കുമ്പോൾ ഇമ്പോർട്ടൻസ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇമ്പോർട്ടൻസ്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 2ആയി. ഒന്ന് സ്പോയിൽഡും മറ്റേത് നോർമലും. സ്പോയിൽഡ് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടത് 50% ഓഫ് കോസ്റ്റിൽ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറക്കണം എന്നാ പറയുന്നത്. 50% ഓഫ് കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, സ്പോയിൽഡ് വാല്യൂ ചെയ്യേണ്ടത്. നോർമൽ പ്രൈസ്, നോർമൽ കോസ്റ്റ്. ഓക്കെ, നോർമൽ കോസ്റ്റിൽ എന്ത് ചെയ്യാം, വാല്യൂ ചെയ്യാം. ആ സ്പോയിൽഡ് എന്ത് ചെയ്യാം, 50% ഓഫ് കോസ്റ്റിൽ. അതായത് 20 സൈക്കിൾസ് ആണ് എന്ത് സ്പോയിൽഡ്. നിങ്ങൾ സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വിചാരിക്കുന്നത് അത് അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നശിക്കാമെന്നാണ്. ഇത് നശിച്ചിട്ടില്ല, നമുക്ക് ഇത് വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. വിൽക്കാൻ പറ്റുന്ന 50% സ്പോയിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറയുന്നത് ഷോ ബൈ മീൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഹൗ ദീസ് ട്രാൻസാക്ഷൻ വുഡ് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് എ. കൺസൈൻമെന്റ് അക്കൗണ്ട് അല്ല പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, കൺസൈനിന്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, കൺസൈനിന്റെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി വിത്ത് എ ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഡി അറ്റ് കോസ്റ്റ്. അതായത് കോസ്റ്റ് പ്രകാരം എത്ര കോസ്റ്റ് ആണ്, ഇൻവോയ്സ് പൈസ അല്ല പറയുന്നത്, കോസ്റ്റ് പ്രകാരം എത്ര എമൗണ്ട് ആണ് ഇൻവെന്ററിക്ക് വാല്യൂ ചെയ്യേണ്ടത്. അതായത് മക്കളെ, നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവോയ്സ് പ്രൈസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി വിത്ത് എ ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഡി അറ്റ് കോസ്റ്റ്. കോസ്റ്റിൽ എത്ര കാണിക്കേണ്ടത്, വാല്യുവേഷൻ മേലെ കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അബ്നോർമൽ ലോസ് ഒന്നും ഇല്ല, സാധാ കാൽക്കുലേഷൻസ്. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഓരോ ജേർണൽ എൻട്രിയും അത് ഏന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഏന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. കാരണം കൺസൈൻമെന്റ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവെന്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ്. ഇപ്പൊ ടൈം ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ തരാം. 15 മിനിറ്റ് തരാം, നിങ്ങൾ ചെയ്തു തീർക്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, ഇവിടെ ചോദിക്കുന്നത് ആകെ കൺസൈനിന്റെ ബുക്സിൽ കൺസൈനർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. അതൊക്കെ സിമ്പിളാണ്. നമ്മളിത് ഇതെല്ലാം ടഫാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ടഫാണ്. ഞാൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. കൺസൈനർ അക്കൗണ്ട്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ആരാ പ്രിപ്പയർ ചെയ്യുക, കൺസൈനി. ഓക്കെ, നമ്മളോട് കൺസൈനിന്റെ അക്കൗണ്ട് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എന്തെല്ലോ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കമ്മീഷന്റെ പെർസെന്റേജ് ഒക്കെ. എന്നിട്ട് പറയുന്നത് പ്രിൻസിപ്പൽ ടു ഡ്രോ ഓൺ ദ ഏജന്റ് 30-day bill for 80% of the invoice price. Okay, on 1st February 2016 1000 cycles were consigned to A, each cycle costing 640 including freight and invoiced at 800. Invoice price at 800 into 1000 എന്ന് പറയുന്നത് 8 lakh. അതിന്റെ 80% എന്ന് പറഞ്ഞാൽ 6,40,000. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡീസ് അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത് ബിൽസ് പേയബിൾ ആണ്. കൺസൈനറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്,
ബിൽസ് റിസീവബിൾ. ഓക്കെ, 6,40,000 എങ്ങനെയാ കിട്ടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, before 31st March 2016 a matter is accepted on the due date. Okay, due date ni bill acceptance receive ചെയ്യുമ്പോൾ journal entry bills payable account up to cash. Okay, consignor point of view cash account up to bills receivable. അത് എന്ത് ചെയ്യണ്ട, ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണ്ട, അത് ഇഗ്നോർ ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ജേർണൽ എൻട്രി ആണ്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ അത് വായിക്കുന്നതിനനുസരിച്ച് ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മുടെ ബേസ് പ്രോപ്പർ അല്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് സോൾഡ് ഓഫ് 820 സൈക്കിൾസ് അറ്റ് an average price of 930. 820 into 930 എന്ന് പറയുന്നത് 7,62,600 കിട്ടും. അത് ഞാൻ കൺസൈനി ആണെങ്കിൽ ഞാൻ വിറ്റു, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ക്രെഡിറ്റ് വിറ്റു, എനിക്ക് ഡെപ്റ്റർ തരാനുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആർക്കാ കൊടുക്കാനുള്ള കൺസൈനർ. ഓക്കെ, ജേർണൽ എൻട്രി ഫോർ എക്സാമ്പിൾ നമുക്ക് എസ്യൂം ചെയ്യാം ക്യാഷ് സെയിൽ ആണെന്ന്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് ഞാൻ കൺസൈൻ ആണ്, എനിക്ക് ക്യാഷ് കിട്ടി, പക്ഷെ ഇത് എന്റെ പൈസ അല്ല, ഇത് ആരെ പൈസയാ, കൺസൈനറുടെ പൈസ, കൺസൈനറിന് കൊടുക്കാനുണ്ട്. സോ കൺസൈനർ നമ്മൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനർ. ഓക്കെ, നമ്മൾ അതെന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളോട് അടുത്ത പറയുന്ന വെച്ചാല് സെല്ലിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 12,500 ജേർണൽ എൻട്രി ആരാ ഇൻകർ ചെയ്തത്, സെല്ലിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നത് കൺസൈനിയാണ്. ഓട്ടോമാറ്റിക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ജേർണൽ എൻട്രി ഇത് എന്റെ എക്സ്പെൻഡിച്ചർ അല്ല, ഞാൻ കൺസൈനി. ജേർണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, സെല്ലിംഗ് എക്സ്പെൻസ് 12,500. ഓക്കെ, ഞാൻ ഓരോന്ന് പറയുമ്പോ അതിന്റെ ട്രാൻസാക്ഷൻ പറയുന്നുണ്ട്, വെറുതെ ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അതിനുശേഷം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ ഒരു മനസ്സിലാക്കിയോ, കമ്മീഷന്റെ ജേർണൽ എൻട്രി നമുക്ക് പാസ് ചെയ്യാം. കമ്മീഷന്റെ ജേർണൽ എൻട്രി എന്താ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. കൺസൈനർ തരാനുണ്ട്, എന്താ തരാനുള്ള, എന്റെ ഇൻകമായ കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്തു. എത്ര എമൗണ്ട് കമ്മീഷൻ്റെ? ഓക്കെ, കമ്മീഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 820 യൂണിറ്റ്സ് 930 വിറ്റത്. ഓക്കെ, നമ്മളോട് പറയുന്നത് 820 into 800. 800 എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിന്റെ 7.5%. 820 into 800 into 7.5% എന്ന് പറയുമ്പോൾ 49,200. ഓക്കെ, പിന്നെ 820 into 930 minus 800 അതിന്റെ 20%. That is equal to 820 ഫസ്റ്റ് 930 minus 800 ചെയ്യാം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 820 then 20% ചെയ്ത് കഴിഞ്ഞാൽ 21,320 കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 49,200 കിട്ടും. ദാറ്റ് ഈസ് 70,520. ഓക്കെ, 70,520 നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളോട് പറയുന്നത് ആൻഡ് റെമിറ്റഡ് എമൗണ്ട് ഡ്യൂ ബൈ മീൻസ് ഓഫ് ഡ്രാഫ്റ്റ്. അതായത് ബാക്കി എന്ത് ചെയ്ത് കൊടുത്തതാ പറയും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേറെ ഒരു ട്രാൻസാക്ഷനും ഇല്ല, ജസ്റ്റ് ബാലൻസ് ചെയ്യുക, ബൈ ബാലൻസ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യുക, ടു ബാങ്ക് എന്നിട്ട് ട്രീറ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചെക്ക് ഉദ്ദേശിക്കുക 39,580 കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളോട് പറയുന്നത് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ. സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്ക് ഉണ്ട്, അതിൽ 2 ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് 50% സ്പോയിൽ ചെയ്ത സ്റ്റോക്ക്, ഒന്ന് സാധാ സ്റ്റോക്ക്. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇൻവെന്ററീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ 1000 നമ്മൾ അയച്ചു, അയാളെ 820 വിറ്റു, ബാക്കി അയാളെ കയ്യിലത് 180. അത്രയുള്ളത് 180. ആ 180 നമുക്ക് ക്ലാസിഫൈ ചെയ്യുക 20, 160. 160 എങ്ങനെ കിട്ടുന്നത്, 180 20 മൈനസ് ചെയ്തത്. കാരണം സ്പോയിൽഡ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ബാക്കി നോർമലാണ്. 20 സ്പോയിൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 into 640 ആണ് അതിന്റെ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റിന്റെ 50% എന്നാ പറയുന്നത്, കോസ്റ്റിന്റെ 50%. അതുകൊണ്ട് കോസ്റ്റിന്റെ 50% എന്ന് പറയുമ്പോൾ 640 into 50% എന്ന് പറയുമ്പോൾ 320. 320 into 20 എന്ന് പറയുന്നത് 6,400. അതേപോലെ 160 നോർമൽ ആണെങ്കിൽ 160 into 640 1,02,400 കിട്ടും. നിങ്ങളുടെ സ്റ്റോക്കിന്റെ വാല്യൂ 1,08,800. മക്കളെ, നിങ്ങൾ ICI മെറ്റീരിയൽ നോക്കുമ്പോൾ അതിന് ശേഷം എന്തെല്ലോ 2-3 ആൻസർ കൂടി എഴുതിയിട്ടുണ്ടാവും. അത് എന്തിന്റെയാണ് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡേ അല്ല, അത് എന്തോ സംഭവം പ്രിന്റിംഗ് എററാണ്. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അഡ്വാൻസ് സെക്യൂരിറ്റി, ഇത് നമ്മുടെ ഡിഫറൻസ് ആണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത്.
അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസും സെക്യൂരിറ്റിയും എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്, ബട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഡെലിഗേറ്ററി കമ്മീഷനും ഓർഡിനറി കമ്മീഷനും രണ്ടും കമ്മീഷനാണ്, ബട്ട് ഡിഫറെന്റ് ഇതാണ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അഡ്വാൻസ് അതായത് നമ്മൾ കൺസൈനിക്ക് ഒരു ഗുഡ്സ് അയച്ചു. ഓക്കെ, 1 lakh rupees ഗുഡ്സ് അയച്ചു. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് 1 lakhന്റെ ഗുഡ്സ് അയച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അയാൾ എന്ത് ചെയ്ത് 1,25,000 സെയിൽ ചെയ്തു. ഓക്കെ, 1,25,000 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 1,25,000 സെയിൽ ഒന്നും ചെയ്യണ്ട. വെയിറ്റ് അയാൾക്ക് ഞാൻ ഗുഡ്സ് സെൻഡ് ചെയ്തത് 1 lakh rupees. ഓക്കെ, അയാൾ എനിക്കൊരു അഡ്വാൻസ് തന്നു 80,000 rupees. എത്ര തന്നു? 80,000 rupees. എന്താ പറയുന്നത് വെച്ചാൽ അയാൾ സെയിൽ ചെയ്തു 1,10,000. എത്രയാണ്? 1,10,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാൾ ഇപ്പൊ പൈസ തരാനുണ്ട് 1,10,000 രൂപ. നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ 1,10,000 രൂപ അയാൾ തരാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ് തന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ബാക്കി അയാൾ തരാനുള്ളത് 30,000 രൂപയാണ്. എത്രയാണ്? 30,000 രൂപ. ഓക്കെ ആണോ മക്കളെ? 1,10,000 രൂപക്ക് അയാൾ വിറ്റതിന് 1,10,000 രൂപ അയാൾ തരാണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. അയാൾ ഓൾറെഡി അഡ്വാൻസ് ഒരു 80,000 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അഡ്വാൻസ് 80,000 അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് അയാൾ തരാനുള്ളത് 30,000 രൂപ. ഇതാണ് അഡ്വാൻസിന്റെ കൺസെപ്റ്റ്. മനസ്സിലായ? നെക്സ്റ്റ് സെക്യൂരിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം നിങ്ങൾ ചിലർ ചിന്തിക്കും, സാർ നമ്മൾ ഇതിനല്ലേ ചെയ്യല്, 1,10,000 തരാണെങ്കിൽ 80,000 അഡ്വാൻസ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി 30,000 അവരെ നിന്ന് മേടിക്കും. ശരി, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷെ സെക്യൂരിറ്റി കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് 1 lakh. ഓക്കെ, 1 lakh ഗുഡ്സിന് 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 lakh എന്ന് പറഞ്ഞാൽ 100% ഉദ്ദേശിക്കുന്നത്. ഈ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റിന് അവർ തന്ന അഡ്വാൻസ് 80,000. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും 100%. ഇതും എന്താണ്? 100%. ശ്രദ്ധിക്കുന്ന മനസ്സിലാകുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല? ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് 1 lakh, അത് 100% ആണ്. നമ്മൾ അയച്ചത് അത്രയേ ഉള്ളൂ. അവർ അതിന് കണക്കായിട്ട് ഒരു അഡ്വാൻസ് തന്നു 100%. ഓക്കെ, സെയിൽ ചെയ്യുമ്പോൾ അവർ പൈസ തരാനുണ്ടാവും, സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. കാരണം ജേർണൽ എൻട്രീസ് നിങ്ങൾക്ക് അറിയാം. ശ്രദ്ധിക്കും. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ 1,25,000 rupeesന് 80% ഓഫ് ഗുഡ്സ് എന്ത് ചെയ്ത് വിറ്റു. 1 lakh അയച്ചതിന് 80% ഓഫ് ഗുഡ്സ്, അതായത് 80,000 രൂപയുടെ ഗുഡ്സ് 1,25,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ എത്ര തരാനുണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അഡ്വാൻസ് ഇവിടെ പറയാം. അഡ്വാൻസിന്റെ കൺസെപ്റ്റ് പറയാം. 1,25,000 rupees തരാനുണ്ട്. ഓക്കെ, അവര് തന്നെ 80,000 നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. നമുക്ക് എത്ര കിട്ടി? 45,000 അവര് തരാനുണ്ട്. ഓക്കെ, കൺസൈന് തരാനുണ്ട്. ഇതാണ് അഡ്വാൻസിന്റെ കൺസെപ്റ്റ്, നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇനി സെക്യൂരിറ്റിന്റെ കൺസെപ്റ്റ്, അതായത് അഡ്വാൻസ് തരുന്നത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഫോമിലാണെങ്കിൽ, അവർ തരാനുള്ളത് 1,25,000 തന്നെയാണ്. ബട്ട് അഡ്വാൻസ് നിങ്ങൾക്ക് തന്നത് 80,000 എന്ന് പറയുന്നത് 100% ആണ്. നിങ്ങൾ എത്ര ഗുഡ്സാ വിറ്റത്? 80% ഗുഡ്സ് വിറ്റത്. 1,00,000ന്റെ 80% ഗുഡ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് 80,000 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 80% മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. എത്രയാണ്? 80,000 80% എന്ന് പറയുമ്പോൾ 64,000. 80,000 80%. അതായത് നിങ്ങൾ തന്ന അഡ്വാൻസ് 100% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് സെയിൽ ചെയ്ത് 80% ആണ്. അതുകൊണ്ട് 80% മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പൊ അയാൾ തരാനുള്ളത് നമുക്ക് 1,25,000 മൈനസ് 64,000, അതായത് 61,000. സർ, എന്നിട്ട് ബാക്കി 20% 60,000 എന്ന് പറയുന്ന എമൗണ്ട്, ആ 20% വിറ്റ് കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നില്ല? ഇതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും അതേപോലെ അഡ്വാൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റും. അഡ്വാൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് 100% അഡ്ജസ്റ്റ് ചെയ്യാം.
സെക്യൂരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ എത്രയാണോ ഗുഡ്സ് സെയിൽ ചെയ്തത്, ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എത്ര പെർസെന്റേജ് ആണോ നിങ്ങൾ സെയിൽ ചെയ്തത്, അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അഡ്വാൻസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കി എമൗണ്ട് എന്ത് ചെയ്യണം, അവർ പൈസയായിട്ട് തരണം. ഫസ്റ്റത്തെ കേസിൽ 45,000 അയാൾ തരണ്ടു, രണ്ടാമത്തെ കേസിൽ 61,000 തരണം. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഇവിടെ 16,000 രൂപ സ്റ്റിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, ബാലൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി 20 വിറ്റ് കഴിഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. പറയുന്ന മനസ്സിലാവുന്ന മക്കളെ. Question number 4. A of Agra sent on consignment goods valued 1 lakh to B. 1 lakh in the goods B to of Mumbai on 1st March 2016. He incurred the expenditure of 12,000 on flight and insurance. That's direct expenditure. A's accounting year closes on 31st December. എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും 31st December നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാവും. B was entitled to a commission of 5% on gross sales plus a declaratory commission of 3%. മക്കളെ ഡെൽക്രട്ടറി കമ്മീഷൻ വന്ന ബാഡ് ഡെപ്റ്റ് ആരാ ബെയർ ചെയ്യേണ്ടത്, കൺസൈൻ അത് ബെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഡെൽക്രട്ടറി കമ്മീഷൻ ആയാലും 3% ഓൺ ഗ്രോസ് സെയിൽസ് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, കാരണം വേറൊന്നുമില്ല ഇവിടെ, ഓവർ വാല്യൂ ഒന്നും ഇല്ല. ബി ടുക്ക് ഡെലിവറി ഓഫ് ദ കൺസൈൻമെന്റ് ബൈ ഇൻകറിംഗ് എക്സ്പെൻസസ് ഓഫ് 3,000 ഫോർ ഗുഡ്സ് കൺസൈൻ. ബി ആ ഗുഡ്സിന്റെ ഡെലിവറി എടുത്തു. ഓക്കെ, അതായത് നമ്മൾ ആ ഗുഡ്സ് പോയി വാങ്ങിച്ചു, അത് എത്ര 3,000 രൂപ ചെലവാക്കിയിട്ട്. ചില ആൾക്കാർക്ക് ഡൗട്ട് അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, ഒന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റ് ആണോ. ചില എന്തുകൊണ്ട് മക്കളെ അത് ഡയറക്റ്റ് ആകാൻ കാരണം ഡെലിവറി എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ബൈ ഇൻകറിംഗ് എക്സ്പെൻസ് ഓഫ്. ആ ഗുഡ്സ് നമുക്ക് കിട്ടാൻ കാരണം ആ 3,000 രൂപ പേ ചെയ്തോണ്ടാണ്. ആ 3,000 പേ ചെയ്യാൻ നമുക്ക് വിൽക്കാനും പറ്റൂല. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ on 31/12/2016, അതായത് ഇയർ എൻഡിൽ. ഓക്കെ, കാരണം 31/12 അവർ ഈ ബുക്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ബി ഇൻഫോംഡ് ഓൺ ഫോൺ ദാറ്റ് he had sold all the goods for 1,50,000. എല്ലാ ഗുഡ്സും വിറ്റു 1,50,000. അതുകൊണ്ട് ഇൻവെന്ററിന്റെ വാല്യൂഷൻ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. By incurring selling expenses of 2,000. Journal entry അറിയാം. He further informed that only 1,48,000 had been realized and rest was considered irrecoverable. 1,48,000 രൂപ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2,000 രൂപ റിക്കവറബിൾ അല്ല. മക്കളെ നോർമൽ കമ്മീഷൻ ആണെങ്കിൽ നമുക്കത് ബാഡ് ഡെറ്റാണ്. ഇത് ഏതാണ് ഡെൽക്കട്ടറി കമ്മീഷൻ. അയാൾക്ക് 2,000 കിട്ടിയിട്ട് നമ്മൾ എന്താക്കണ്ടേ, നമുക്ക് 1,50,000 കിട്ടിക്കോളും. 1,50,000 അയാൾ തരാനുള്ളത്, അതിലൊരു മാറ്റമില്ല, വിത്ത് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അതായത് നെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അയാൾ തരാം. എന്തായാലും 1,50,000 തരാനുണ്ട്. കാരണം 2,000 ഇറക്കവറബിൾ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ്, ബാഡ് ഡെപ്റ്റ് വേറെ ചെയ്യുന്നത് അവരാണ്. And would be sending the check in a day or so. Okay, for the amount due along with the account sales. Okay, on 5/1/2017, A received the check for the amount due from B and incurred bank charges of 260 for collecting the check. The amount was credited by the bank on 9/1/2017. Write up the consignment account, finding out the profit or loss on the consignment account, B's account, provision for expenses account, and bank account in the books of consignor, recording the transactions up to the receipt and collection of the check. ഇവിടെ എന്താ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മക്കളെ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ബുക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് കിട്ടുന്നതും, ഞാൻ കൺസിഡർ ആണെങ്കിൽ എനിക്ക് ചെക്ക് കിട്ടുന്നതും, അതേപോലെ ചെക്ക് കിട്ടിയതിന് ശേഷം ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് ചാർജസ് വരുന്നതും, അതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാലും റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിച്ചോ, ബാങ്ക് ചാർജസ്. ഓക്കെ, ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ഉണ്ട്, 260 rupees ഉണ്ട്. ഓക്കെ, അത് ഉണ്ടാകുന്നത് നെക്സ്റ്റ് പീരീഡിലാണ്. നെക്സ്റ്റ് പീരീഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ പീരീഡിൽ കാണിക്കണ്ട, ബട്ട് നമുക്കറിയാം അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു ബാങ്ക് ചാർജസ് ഉണ്ടെന്ന് അറിയുമെങ്കിൽ, ഓക്കെ, ഇതൊരു എസംഷൻ മാത്രം അറിയും എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ 260 എന്ന് വെച്ചാൽ കൺസൈൻമെന്റ് റിലേറ്റഡ് ആണ്. കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരു പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ വരുന്നത്. ഓക്കെ, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സാധാരണ പ്രൊവിഷന്റെ ജേർണൽ എൻട്രി എന്താ, P&L account debtor to provision for bank charges. അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്ന ബാങ്ക് ചാർജസിനുള്ള പ്രൊവിഷൻ. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. P&L account debtor to provision for bank charges. പ്രൊവിഷന്റെ ജേർണൽ എൻട്രി എന്താ, P&L account debtor to provision. ഇവിടെ നമ്മൾ ജേർണൽ എൻട്രി എന്താ, P&L account debtor to provision for bank chargesനാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. കാരണം നമ്മൾ കൺസൈൻമെന്റ് റിലേറ്റഡ് അക്കൗണ്ട്സ് ആണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ചെയ്യാം. ഇത് ഈ കൊല്ലം ചെയ്യുന്നത്. ഓക്കെ, 31/12/2016 മുന്നേ ആയിട്ട് ചെയ്യുന്നത്. അടുത്ത കൊല്ലം നമ്മൾ ഈ ബാങ്ക് ചാർജസ് പേ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി, പ്രൊവിഷൻ ഫോർ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. പ്രൊവിഷൻ ഫോർ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. ഓക്കെ മക്കളെ, ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രം.
ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ ഞാൻ പറയുന്നത്? ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കും, സർ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലേ, അത് പിന്നീടല്ല എന്ന്, പിന്നെ എന്തിനാ ഇപ്പൊ പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്? മക്കളെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. 5/1 ചെക്ക് കിട്ടുന്നു, 9/1 എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന 31/12/2016 ആണ്. എന്നിട്ട് ഒരു 10 ദിവസം കൊണ്ട് ഇനി ഈ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. എന്നോ നമ്മളെ അക്കൗണ്ട്സ് ഉണ്ടാക്കല് 31/12/2016 തന്നെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ അതിനും 10 ദിവസം, 20 ദിവസം, 30 ദിവസം, ഒരു 6 മാസം എടുക്കുന്ന ആൾക്കാരുണ്ട് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ 1 കൊല്ലം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തിയററ്റിക്കൽ അക്കൗണ്ടിങ്ങിൽ 31/12/2016 അക്കൗണ്ട്സ് അന്ന് തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് തീർക്കണം. കാരണം അന്നത്തെ ട്രാൻസാക്ഷൻ അന്നന്ന് റെക്കോർഡ് ചെയ്യണം. അതാണ് നമ്മുടെ അക്കൗണ്ടിങ് റൂൾ. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 9/1 നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊവിഷൻ ഉണ്ടാവുന്നത്, ബാങ്ക് ചാർജസ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അത് കൺസൈൻമെന്റ് റിലേറ്റഡ് ആണ്. അത് മാത്രമല്ല, ആ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 31/12/2016 ആ പീരീഡിലുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഈക്വലം നടന്ന സെയിൽസിന് നമുക്കൊരു 10% കിട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് അടുത്ത പോലെ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ നമ്മളിപ്പോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ജേർണലിൽ പക്ക ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.